ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാഷണൽ അപ്പോസ്തോലിക് മീഡിയയുടെ വചനധ്യാനത്തിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്നത് സങ്കീർത്തനങ്ങൾ 5 ശത്രുക്കളിൽ നിന്നുള്ള സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണെന്ന് അതിൻ്റെ ഹെഡിങ്ങിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ദാവീദിൻ്റെ പ്രാർത്ഥനയാണെന്നും നമുക്കറിയാം. അപ്പോൾ ഈ കഴിഞ്ഞ 2 സങ്കീർത്തനങ്ങൾ, അതായത് 4ഉം 5ഉം സങ്കീർത്തനങ്ങളിൽ തൻ്റെ സ്വന്തം മകൻ തനിക്കെതിരായിട്ട് മത്സരിച്ച് തൻ്റെ രാജ്യത്വം പിടിച്ചെടുക്കാനായിട്ട് തൻ്റെ ഉപദേശകനായ അഖീത്തോഫലിനോട് ഒന്നിച്ച് തനിക്കെതിരെ വരുന്നതായിട്ടും അതിനെതിരായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതായിട്ടും നാം കാണുന്നുണ്ട്. അപ്പോൾ അവിടെ നാം കാണുന്നുണ്ട്, ഞാൻ കിടന്നുറങ്ങി, എന്നാൽ കർത്താവ് എന്നെ ഉണർത്തി. വീണ്ടും ഇവിടെ ഒരു പ്രാർത്ഥന ചെയ്യുകയാണ്. അപ്പോൾ ശത്രുക്കൾ ആരാണ്? സ്വന്തം വീട്ടിലുള്ളവർ തന്നെയാണ്. അപ്പോൾ എന്ത് പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് പോലും വാസ്തവത്തിൽ ദാവീദിന് അതൊരു വലിയ വിഷയമായിരിക്കുകയാണ്. കാരണം താൻ മുഴുവൻ ആശ്രയവും ദൈവത്തിൽ വയ്ക്കുകയാണ് ഇവിടെ. അതായത് സ്വയമായിട്ടൊന്നും ചിന്തിക്കാതെ, അല്ലെങ്കിൽ ഇന്ന വിധത്തിൽ എനിക്ക് അവരോട് പ്രതികാരം ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇന്ന വിധത്തിൽ അവരായി പോകണമെന്നോ ഒന്നുമല്ല പ്രാർത്ഥന. പിന്നെയോ സദൃശവാക്യത്തിൽ പറയുന്നത് പോലെ, സദൃശവാക്യങ്ങൾ 3:5-6 പറയുന്നത് പോലെയുള്ള ഒരു പ്രാർത്ഥനയാണ് അദ്ദേഹം ദൈവം മുൻപാകെ വയ്ക്കുന്നത്. നീ എൻ്റെ രാജാവും നീ എൻ്റെ ദൈവവുമാണ്. കാരണം എനിക്കിനി നിയന്ത്രിക്കാൻ മറ്റാരുമില്ല, എനിക്ക് അഭയം തേടാൻ വേറെ ഒരു ഇടവുമില്ല. അപ്പോൾ ഇങ്ങനെയാണ് പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, നിൻ്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിൻ്റെ പാതകളെ നേരെയാക്കും എന്നുള്ള ആ വിശ്വാസത്തോടു കൂടെയാണ് ദാവീദ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ രാവിലെ ഉണരുമ്പോൾ തൻ്റെ ശത്രുക്കളെക്കുറിച്ചല്ല ആദ്യം ചിന്തിക്കുന്നത്. ആദ്യം ദൈവം മുൻപാകെ വന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, എൻ്റെ പ്രാർത്ഥനകൾക്ക്, എൻ്റെ വാക്കുകൾക്ക് ചെവി തരണമേ. പിന്നീട് ഉറക്കെ പ്രഖ്യാപിക്കുന്നു, നീ എൻ്റെ ദൈവമാണ്, നീ എൻ്റെ രാജാവാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആ പ്രാർത്ഥന ചെയ്യുന്നത്. അപ്പോൾ നീതികേട് പ്രവർത്തിക്കുന്നവർ അനേകരുണ്ട്, എനിക്കവരെ നേരിടാനുള്ള ശക്തിയില്ല. എന്നാൽ നീ എനിക്ക് വേണ്ടി ആ പ്രവർത്തനങ്ങൾ അല്ല, അവരെ നേരിടുന്നത് നീ ആയിക്കൊള്ളട്ടെ, ഞാനല്ല അവരെ നേരിടുന്നത് എന്നാണ് ദാവീദ് പ്രാർത്ഥനയിൽ കൂടെ പറയുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ 1 ശമൂവേൽ 8:7 നമ്മളൊരു പ്രത്യേക കാര്യം മനസ്സിലാക്കുന്നുണ്ട്. ഇസ്രായേൽ ജനം തങ്ങൾക്ക് ഒരു രാജാവിനെ വേണമെന്ന് പറയുന്നുണ്ട്. കാരണം ചുറ്റുമുള്ള ജാതികൾക്കൊക്കെ രാജാവുണ്ട്. എന്നാൽ കർത്താവ് എന്തുകൊണ്ടാണ് അവർക്കൊരു രാജാവിനെ കൊടുക്കാതിരുന്നതെന്ന് വെച്ചാൽ, താൻ തന്നെയാണ് അവരുടെ രാജാവ്. തൻ്റെ ന്യായപാലകരിൽ കൂടെ, അതായത് ജഡ്ജസ് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഇപ്പോൾ ശമൂവേൽ എന്ന ഒരു ന്യായാധിപനെ അവർക്ക് കൊടുത്തു. അങ്ങനെ അവരെ കർത്താവ് മുൻപോട്ട് നയിച്ചു കൊണ്ടിരിക്കുക. പക്ഷെ അവരെന്താ ചോദിക്കുന്നത്? ഞങ്ങൾക്കൊരു രാജാവ് വേണം. അപ്പോൾ കർത്താവ് എന്താ പറയുന്നത്? യഹോവ ശമൂവേലിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, ജനം നിന്നോട് പറയുന്ന സകലത്തിലും അവരുടെ അപേക്ഷ കേൾക്കുക. അവർ നിന്നെയല്ല, ഞാൻ അവരെ ഭരിക്കാതെ വണ്ണം എന്നെയാകുന്നു ത്യജിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ വഴി വിട്ട് വേറൊരു മാർഗം ചിന്തിക്കുന്നത് തന്നെ പാപമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ദൈവം അവിടെ രാജാവായിട്ടുണ്ട്, നമുക്ക് നീതി നടത്താനുള്ള ന്യായപാലകനായിട്ട് അവിടെയുണ്ട്. നമുക്ക് എല്ലാ കാര്യങ്ങളിലും നമുക്കൊരു മറുപടി തരാനായിട്ടും നമുക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം തരാൻ ദൈവം അവിടെയുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ മാനുഷികമായ ആലോചനകൾക്ക് എന്തിനു പോകുന്നു എന്നുള്ളതാണ് ഈ വചനത്തിൽ നിന്നും നാം മനസ്സിലാക്കുന്നത്. അപ്പോൾ നാം എന്തിലാണ് ആശ്രയിക്കേണ്ടത്? യഹോവയിൽ മാത്രം ആശ്രയിക്കുക. കാരണം അവൻ ആലോചന പറഞ്ഞു തരും. ആ ആലോചനയ്ക്കനുസരിച്ച് മുന്നോട്ട് പോകുക. ഇതാണ് ദൈവമക്കളായ നാം ചെയ്യേണ്ടത്. നാം നിഷ്ക്രിയരായിരിക്കണമെന്നല്ല പറയുന്നത്. ആദ്യം എന്താണ്?
രാവിലെ തിരുമുൻപാകെ വരുമ്പോൾ, അല്ലെങ്കിൽ എപ്പോഴാണെങ്കിലും തിരുമുൻപാകെ വരുമ്പോൾ, ദൈവമേ എന്നെ പൂർണ്ണമായി ഞാൻ നിന്നിൽ സമർപ്പിക്കുന്നു. എൻ്റെ പ്രശ്നങ്ങൾ നിനക്കറിയാം, എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഞാൻ നിന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. ഇതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. പിന്നീടായിക്കൊള്ളട്ടെ ഓരോരോ ലിസ്റ്റ്, ഇന്നതൊക്കെ എല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കാം. എങ്കിലും ഓരോ നേരവും നാം ദൈവത്തോടുള്ള ആ ഒരു ലോയൽറ്റി, അതായത് ദൈവത്തോടുള്ള ആ ആശ്രയത്വം പുതുക്കണം. അത് നാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനും അതൊരു ധൈര്യമാണ്. ദൈവം മുൻപാകെ നമ്മൾ കഴിക്കുന്ന പ്രാർത്ഥനകൾ ദൈവം കേൾക്കുമെന്നുള്ളത്. അതുകൊണ്ടാണ് രൂത്തിനോട് ബോവസ് പറയുന്നത്, ബോവസിൻ്റെ വയലിലാണ് രൂത്ത് ചെന്നെത്തിയത്. അപ്പോൾ ബോവസ് എങ്ങനെയാണ് അവളെ അനുഗ്രഹിക്കുന്നത്? നിൻ്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ച് വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ എന്നാണ് പറയുന്നത്. അതായത് യഹോവയിലാണ് ആശ്രയം വയ്ക്കേണ്ടത്, മനുഷ്യരിലല്ല ആശ്രയം വയ്ക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ബുദ്ധിയിലുമല്ല നാം ആശ്രയം വയ്ക്കേണ്ടത്. നാം എവിടെയാണ് ആശ്രയം വയ്ക്കേണ്ടത് എന്ന് വെച്ചാൽ ദൈവം, നമ്മുടെ രാജാവും നമ്മുടെ കർത്താവുമായ ദൈവത്തിൽ നാം ആശ്രയം വയ്ക്കുക. അവൻ നന്മയെ അത്ഭുതകരമായി വഴി നടത്തും. സകല മഹത്വവും കർത്താവിന്. ആമേൻ. സ്തോത്രം.